ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ചിന്നു ആണെങ്കിൽ തൻ്റെ ബർത്ത്ഡേക്ക് JK അങ്കിളിനെ ക്ഷണിച്ചിട്ട് വരാത്തതിൻ്റെ നിരാശയിലാണ്. ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അർച്ചന ഓഫീസിലേക്ക് പോവാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അർച്ചന പോയി വാതിൽ തുറന്നു നോക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ JK കാണുന്നത്. JK കണ്ട് അർച്ചനയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. JK അങ്ങനെ കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. JK അപ്പോൾ അർച്ചനയോട് പറയുന്നുണ്ട്, എനിക്ക് ചിന്നുവിനെ കാണണം, അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഗിഫ്റ്റുമായി വന്നതാണെന്ന് പറയുമ്പോൾ അർച്ചനയ്ക്ക് അത് കേട്ട് ആകെ ദേഷ്യം വരികയാണ്. അർച്ചന അപ്പോൾ JKയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് എൻ്റെ മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റുമായിട്ട് വന്നത്? ചിന്നുവിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാൻ മാത്രം അവളുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര പരിചയം? പരിചയമില്ലാത്ത ഒരാളുടെയും ഗിഫ്റ്റ് എൻ്റെ മോള് സ്വീകരിക്കില്ല. എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തതുപോലെ ഇനി എൻ്റെ മോളെയും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും പോകണമെന്ന് അർച്ചന അങ്ങനെ JK പറഞ്ഞ് അവിടെ നിന്നും ആട്ടിയിറക്കി വിടുകയാണ്. JK ആണെങ്കിൽ വളരെ സങ്കടത്തോടെ ചിന്നുവിന് ആ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്ത നിരാശയിൽ അർച്ചനയോട് മറുത്തൊന്നും പറയാതെ താൻ ആരാണെന്ന് പോലും വെളിപ്പെടുത്താതെ അവിടെ നിന്നും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീട് രാവിലെ തന്നെ ചിന്നുവിൻ്റെ ഫോണിലേക്ക് വിജയ് ശങ്കർ വിളിക്കുകയാണ്. കുറേ തവണ ആലോചിച്ച് ചിന്തിച്ചതിന് ശേഷമാണ് വിജയ് ശങ്കർ ചിന്നുവിനെ വിളിക്കുന്നത്. എങ്ങനെയെങ്കിലും അർച്ചനയും JKയും തമ്മിലുള്ള ബന്ധം വേർപെടുത്താൻ വേണ്ടിയിട്ടാണ് വിജയ് ശങ്കർ അങ്ങനെ ചിന്നുവിനെ കൂട്ടുപിടിക്കുന്നത്. ചിന്നുവിനെ വിളിച്ച് പറയുന്നുണ്ട്, മോളെ, ഞാനിപ്പോൾ നിന്നെ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. നിന്റെ അമ്മയുടെ കാര്യം തന്നെയാണ്. നിന്റെ അമ്മയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. നിന്റെ അമ്മയ്ക്കുണ്ടാവുന്ന എന്ത് പ്രശ്നവും നിന്നെ ബാധിക്കുമെന്ന് ഈ അച്ഛൻ അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ സങ്കടത്തിലാക്കുന്ന ഒരു പ്രശ്നത്തിലും നിന്റെ അമ്മ ചെന്ന് വീഴാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതെൻ്റെ മോളുടെ ഭാവിയാണ് ബാധിക്കുന്നത്. മോളുടെ കൂടെ എന്തിനും ഏതിനും ഈ അച്ഛൻ കൂടെയുണ്ടാവും എന്നെല്ലാം വിജയ് ശങ്കർ അങ്ങനെ ചിന്നുവിനോട് പറയാണ്. ചിന്നു അപ്പോൾ വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, അച്ഛാ, എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ അമ്മയെക്കുറിച്ച് ആരൊക്കെയോ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംസാരം വരുന്നത്. അല്ലാതെ എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.